ഹലോ എവറിവൺ. ഇന്ത്യയുടെ ഡൈവേഴ്സായ വൈബ്രൻ്റായ ഈ എക്കോണമിയിൽ ഒരു പുതിയ ഊർജ്ജം കാണാനാകുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ തുടങ്ങി വെക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും മൊത്തത്തിൽ ഭാവി ബെറ്റർ ആക്കാനുമുള്ള ഒരു ആവേശം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റൈൽസ് മുതൽ ചിപ്പ് ഡിസൈൻ വരെ, കാലങ്ങളായിട്ടുള്ള കളിമൺ പാത്ര നിർമ്മാണം മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയ്റോസ്പേസ് ടെക്നോളജി വരെ എടുത്തു കഴിഞ്ഞാലും മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ആ ഊർജ്ജം കാണാൻ പറ്റും. ഒരു ആശയം അത് എവിടുന്ന് വരുന്നതായാലും അതിന് വളരാനുള്ള സ്ഥലം ഒരുക്കുക എന്നുള്ളൊരു മൂവ്മെന്റ് ആണ് മെയ്ക്ക് ഇൻ ഇന്ത്യ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് കാപ്പബിലിറ്റീസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ്. GST, കോർപ്പറേറ്റ് ടാക്സിൽ ഉണ്ടായിട്ടുള്ള കുറവ് പോലുള്ള സ്ട്രക്ചറൽ റിഫോംസ് ബിസിനസ് ചെയ്യുന്നതിന്റെ ഈസിനെസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് സെക്ടറുകളുടെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവയിലെ തിരഞ്ഞെടുത്ത പ്ലെയേഴ്സിന് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് നൽകുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകളും ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ PM's ഗതിശക്തി മാസ്റ്റർ പ്ലാൻ, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി എന്നിവയിലൂടെ ഒരു ഇന്റർ ഡിസിപ്ലിനറി, ക്രോസ് സെക്ടറൽ ആൻഡ് മൾട്ടി ജൂറിസ്ഡിക്ഷണൽ ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യുന്നതിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ മറ്റു പല സ്കീമുകളും ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ജസ്റ്റ് കുറച്ച് സ്കീമുകളും ഫിനാൻഷ്യൽ ഇൻസെന്റീവുകളും കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഗവൺമെന്റിനും അറിയാം. മെയ്ക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പോലെയുള്ള ക്യാമ്പയിൻസ് വിജയകരമാകണമെങ്കിൽ ഡൊമസ്റ്റിക് പ്ലെയേഴ്സിന് ഫോറിൻ കോമ്പറ്റീറ്റേഴ്സിനോട് മത്സരിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് പ്ലെയേഴ്സിന് ഗുണകരമാകുന്ന വിധത്തിൽ ഗവൺമെന്റ് പല സെക്ടറിലും പ്രൊഡക്റ്റുകളിലും ഇടയ്ക്കിടയ്ക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നിരോധനങ്ങൾ, ബാനുകൾ ഏർപ്പെടുത്തുന്നത്. കുറച്ച് ദിവസം മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ് തുടങ്ങിയവയുടെ ഇറക്കുമതിയിൽ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയെന്ന്. അതുപോലെ റെഗുലർ വൈറ്റ് റൈസ്, അതായത് ബസ്മതി അല്ലാത്ത അരി, ഇതിന്റെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്ത്യൻ കമ്പനികൾക്ക് ഓൾറെഡി ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള 5 ട്രേഡ് ബാനുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഈ ബാൻ എന്നും അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നും പിന്നെ അതിൽ നിന്നും ഗുണമുണ്ടാക്കാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നും നമുക്കിത് നോക്കാം. വെൽക്കം ടു ഗ്രോ മലയാളം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. പേഴ്സണൽ ഫിനാൻസും സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. Number 1. Anti-dumping duty on import of optical fiber. ചൈന, കൊറിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഇറക്കുമതിയിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് വഴി ഫിനാൻസ് മിനിസ്ട്രി ഈ അടുത്ത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തിയിരിക്കുകയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിൽ ഉപരി വളരെ അധികം ബാധിക്കപ്പെട്ട ഒരു ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇതിന് പിന്നിലുള്ള റീസൺ. ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് പറയുന്നത് പ്രകാരം $122 per kg ഓഫ് ഫൈബർ കിലോമീറ്റേഴ്സ് ടു $857.23 per kg ഓഫ് ഫൈബേഴ്സ് കിലോമീറ്റേഴ്സ് വരെ ആയിരിക്കും ഈ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ആക്ച്വലി ചൈന, സൗത്ത് കൊറിയ ആൻഡ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോ കോസ്റ്റ് സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഇമ്പോർട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു മൂവ്. സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ ടെലികോം ആൻഡ് ഡാറ്റ ഇൻഡസ്ട്രിയിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ലൈറ്റ് പൾസസിന്റെ രൂപത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഇത് സഹായിക്കും. ഇതുവരെയും ചൈന പോലുള്ള രാജ്യങ്ങൾ വളരെ വില കുറഞ്ഞ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്ന് കുത്തി നിറക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് ഡൊമസ്റ്റിക് പ്ലെയേഴ്സിന്റെ വളർച്ചയെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. ഇന്ത്യയുടെ ആംബീഷ്യസ് ആയിട്ടുള്ള ഡിജിറ്റൈസേഷൻ ഡ്രൈവിന്റെ നട്ടെല്ലാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻഡസ്ട്രി. ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ, 4G 5G എക്സ്പാൻഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഭാരത് നെറ്റ് പ്രോജക്ട് എന്നിവയിൽ ഒപ്റ്റിക്കൽ ഫൈബറിന് വലിയ റോൾ ഉണ്ട്. അപ്പോൾ വിദേശത്ത് നിന്നുള്ള ചീപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈ ന്യൂസും പിന്നെ ഗവൺമെന്റിന്റെ $17 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അനൗൺസ്മെന്റും കൂടെ വന്നതോടെ ടെലികോം ഇൻഫ്രാ സ്റ്റോക്കുകളിൽ ഒരു ഷാർപ്പ് റാലി ഉണ്ടായി. ഓഗസ്റ്റ് 7-ന്, അതായത് മൺഡേ. സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ മേജർ ഇന്ത്യൻ ടെലികോം ഇൻഫ്രാ കമ്പനീസിന്റെ പേരുകൾ കാണാൻ പറ്റും. ഈ കമ്പനികൾ ഒപ്റ്റിക്കൽ ഫൈബർ, ടെലികമ്മ്യൂണിക്കേഷൻ കേബിൾസ്, 5G സൊല്യൂഷൻസ്, ഹൈ എൻഡ് ടെലികോം എക്യുപ്മെന്റ് തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുന്നവയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഇലക്ട്രോണിക്സ് ഇമ്പോർട്ട് ബാൻ ആണ്. 3 ഓഗസ്റ്റ് 2023 ഇന്ത്യൻ ഗവൺമെന്റ് HSN 8741 കീഴിൽ വരുന്ന ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, ഓൾ ഇൻ വൺ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, അൾട്രാ സ്മോൾ ഫോം ഫാക്ടർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സെർവേഴ്സ് എന്നിവയുടെ മുകളിൽ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ചുമത്തുകയുണ്ടായി വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. പക്ഷേ ഈ തീരുമാനം കാരണം സപ്ലൈ ചെയിൻ മിസ്മാച്ചും അതുപോലെ കൺസ്യൂമേഴ്സിന് ഒരു പെട്ടെന്നുള്ള വില വർധനവും ഉണ്ടാകുമെന്ന് കണ്ട് ഓഗസ്റ്റ് 4-ന് ഒരു ഫോളോ അപ്പ് നോട്ടിഫിക്കേഷനും ഇറക്കി. ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാകില്ല എന്നും, ബട്ട് 2023 നവംബർ 1 മുതലായിരിക്കും എന്നുള്ളത്. ഈ ബാൻ നടപ്പിലാക്കുന്നതോടുകൂടി ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, PCs ആൻഡ് സ്പെസിഫൈഡ് സെർവേഴ്സ് എന്നിവ ഒരു വാലിഡ് ലൈസൻസ് ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാൻ ആവില്ല. പക്ഷേ നിങ്ങളൊരു യാത്രക്ക് വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൂടെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റം കൊണ്ടുവരികയാണെങ്കിൽ ഇമ്പോർട്ട് അണ്ടർ ബാഗേജ് റൂൾസ് പ്രകാരം ഇത് അലൗഡ് ആണ്. പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് അവിടെ ഉണ്ടാവുമെന്ന് മാത്രം.
കൊറിയറിലോ ഓൺലൈൻ പോർട്ടൽ വഴിയോ ഇവ ഓർഡർ ചെയ്യാനും കഴിയും. പക്ഷേ മുൻപ് ഇല്ലാതിരുന്ന ഒരു ഡ്യൂട്ടി ചാർജ് അടക്കേണ്ടി വരും. ഇപ്പോൾ ഇത് മുൻപ് ഫ്രീ ആയിരുന്നു. പക്ഷേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, ബെഞ്ച് മാർക്കിംഗ്, ഇവാലുവേഷൻ, റിപ്പയർ ആൻഡ് റീ എക്സ്പോർട്ട് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പർപ്പസിലേക്കുള്ള ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ് ആൻഡ് PCs എന്നിങ്ങനെയുള്ള 20 ഇലക്ട്രോണിക് ഐറ്റംസ് ഇമ്പോർട്ട് ലൈസൻസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പെർ കൺസൈൻമെന്റ്. ഇത് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക്സ് ബാൻ ഒന്നുമല്ല. 3 വർഷം മുൻപ് കംപ്ലീറ്റ്ലി ബിൽറ്റ്, എയർ കണ്ടീഷൻഡ് ആൻഡ് TVs എന്നിവയ്ക്ക് ബാൻ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനുള്ള റീസൺ വളരെ സിമ്പിൾ ആണ്. നിലവിൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ പോലെയുള്ള കൺസ്യൂമർ ഇലക്ട്രോണിക്സുകൾക്കായിട്ട് നമ്മൾ കാര്യമായിട്ട് ആശ്രയിക്കുന്നത് ചൈനയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നമ്മൾ $10 ബില്യൺ ഇലക്ട്രോണിക് ഗൂഡ്സ് ആണ് ഇമ്പോർട്ട് ചെയ്തത്. ഇതിൽ $6.3 ബില്യൺ ചൈനയിൽ നിന്നും മാത്രമാണ്. അതായത് ടോട്ടൽ ഇമ്പോർട്ട്സിന്റെ 63%. സിംഗപ്പൂരാണ് രണ്ടാം സ്ഥാനത്ത്. അവിടെ നിന്നും $1.7 ബില്യൺ ഇമ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഈ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുക, പിന്നെ സെക്യൂരിറ്റി റീസൺസ്, അതുപോലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഈ അനൗൺസ്മെന്റിന് പിന്നിലുള്ള ലക്ഷ്യം. ലോക്കൽ മാനുഫാക്ചറേഴ്സിന് ഇൻസെന്റീവ്സ് നൽകാനും ഇൻഡസ്ട്രിയലിസ്റ്റുകളെ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗും അസംബ്ലിംഗും ചെയ്യാൻ പ്രേരിപ്പിക്കാനുമാണ് ഈ മൂവ്. വരും വർഷങ്ങളിൽ ഇതിൽ നിന്നും ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിന് ഗുണം കിട്ടും, അവർക്കും മാർക്കറ്റ് ഷെയർ പിടിച്ചടക്കാനും പറ്റും എന്നൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ഉറപ്പുവരുത്താൻ നോക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യൻ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് കമ്പനീസിന് ലോ ആൻഡ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗിൽ നിന്നും വാല്യൂ ചെയിനിന്റെ മുകളിലേക്ക് കയറാനാവുകയും ചെയ്യും. ഇന്ത്യൻ കമ്പനീസ് ഇപ്പോൾ ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറിംഗ് പോലെയുള്ള സർവീസുകളിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡിസൈനുകളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് EMS കമ്പനികളുടെ അടുത്ത് ആണ് ഉള്ളത്. ഇതുകൊണ്ട് ഇവരുടെ മാർജിൻസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ എൻഡ് ടു എൻഡ് മാനുഫാക്ചറിംഗും നടത്തുന്നുണ്ട്. അനലിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യയിലെ EMS കമ്പനികൾ ഭൂരിഭാഗവും ഫിനാൻഷ്യൽ ഇയർ 2024 40% റവന്യൂ വർദ്ധിപ്പിക്കുമെന്നാണ്. ഈ ബാൻ വഴി ഏറ്റവും ഗുണം നേടാൻ പോകുന്നത് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനീസ് ആണ്. അതുകൊണ്ട് ഈ അനൗൺസ്മെന്റിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോക്കുകളും റാലിയിലായിരുന്നു. ഇന്ത്യയിലെ ടോപ്പ് ലിസ്റ്റഡ് EMS ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോക്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ കമ്പനികൾ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളും സർവീസുകളും വിവിധ ഇൻഡസ്ട്രികൾക്ക് കേറ്റർ ചെയ്യുന്നു. India has banned the export of rice, and it's a very big deal because India is the world's biggest exporter of rice. And now it has stopped. This has led to panic in the global markets. Look at the headlines that went viral today. The West is worried about the consequences of India's move. ഇനി അടുത്തത് നോൺ ബസ്മതി അരിക്ക് ചുമത്തിയിട്ടുള്ള എക്സ്പോർട്ട് ബാൻ ആണ്. 2023 ജൂലൈ 20 ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയി ഇന്ത്യൻ ഗവൺമെന്റ് നോൺ ബസ്മതി വൈറ്റ് റൈസിന്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തു. ഇതിൽ എല്ലാ തരം നോൺ ബസ്മതി വൈറ്റ് റൈസും ഉൾപ്പെടും. ഹോളി, മിൽഡ്, സെമി മിൽഡ്, പോളിഷ്ഡ് ഓർ അൺപോളിഷ്ഡ് ഒക്കെ പെടും. ലോകമാകെ അരിയുടെ വില വളരെ വേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലും വേഗത്തിൽ ഇന്ത്യയുടെ അരി കയറ്റുമതിയും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളാണ് ലോകത്തിലെ ലാർജസ്റ്റ് റൈസ് എക്സ്പോർട്ടർ. പക്ഷെ വില ഇങ്ങനെ കൂടുമ്പോൾ ഇന്ത്യക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളപ്പോൾ എക്സ്പോർട്ടിംഗ് നമുക്ക് നല്ലതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പിന്നെ എന്തിനായിരിക്കും ഈ ബാൻ? ദ ആൻസർ ഈസ് സിമ്പിൾ. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടിയുള്ള അത്രയും അരി നമുക്കുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇന്ത്യയിൽ ഭക്ഷ്യവിലക്കയറ്റം അതിരൂക്ഷമാണ്. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എല്ലാത്തിലും ഇത് കാണാൻ പറ്റും. ഇത് കൂടാതെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ കനത്ത മഴ ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തെ കാര്യമായിട്ട് ബാധിച്ചു. അപ്പോൾ ഗവൺമെന്റ് അടിയന്തരമായി നോൺ ബസ്മതി വൈറ്റ് റൈസിന്റെ എക്സ്പോർട്ട് ബാൻ ചെയ്യുന്ന ആ കടുത്ത നടപടിയിലേക്ക് നീങ്ങി. അങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഉയർന്നു വരുന്ന ഭക്ഷ്യവിലക്കയറ്റത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ആഭ്യന്തര ആവശ്യം മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഗവൺമെന്റ് പോയത്. ഇതും ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. 2007-8 ആൻഡ് 2010-11 ഫുഡ് പ്രൈസ് ക്രൈസിസിന്റെ സമയത്ത് ഗവൺമെന്റ് നോൺ ബസ്മതി അരിയുടെ എക്സ്പോർട്ട് നീണ്ട കാലത്തേക്ക് ബാൻ ചെയ്തിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബ്രോക്കൺ റൈസിന്റെ എക്സ്പോർട്ടും ബാൻ ചെയ്യുകയും മറ്റു ചില ഗ്രേഡുകളിൽ 20% എക്സ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ നടപടികളിലൂടെ ഇന്ത്യ അതിന്റെ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് സംരക്ഷിക്കുമ്പോൾ ഗ്ലോബൽ റൈസ് കൺസ്യൂമിംഗ് കൺട്രീസിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുക. ഈ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യം അരിയാണ്, എസ്പെഷ്യലി ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഇന്ത്യയിലെ ടോപ്പ് 4 റൈസ് എക്സ്പോർട്ടിംഗ് കമ്പനീസ് ആയ KRBL, LT ഫുഡ്സ്, കോഹിനൂർ ഫുഡ്സ് ആൻഡ് ചമൻ ലാൽ സെറ്റിയ എക്സ്പോർട്സ് ലിമിറ്റഡ് എന്നിവ മെയിൻ ആയിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് ബസ്മതി റൈസ് ആണ്. അപ്പോൾ നോൺ ബസ്മതി റൈസിന്റെ എക്സ്പോർട്ട് ബാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ബസ്മതി റൈസിന്റെ ഡിമാൻഡ് കൂടും, വില ഉയരും. അങ്ങനെ ഈ കമ്പനികൾക്ക് അത് ഗുണകരമാകും. ഇതുകൊണ്ട് തന്നെ ഈ ന്യൂസ് വന്നതിന് ശേഷം ഈ കമ്പനികളുടെ ഷെയർ പ്രൈസ് ഉയർന്നിരുന്നു. ഇനി
നാലാമത്തെ ബാൻ ഇതൊരു ഇമ്പോർട്ട് ബാൻ ആണ്. ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ഡിഫൻസ് കമ്പോണൻസ്. ഡിഫൻസ് സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ ലോകത്ത് 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ആലോചിച്ച് നോക്കൂ, ഇത്രയും അധികം നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗുണം സ്വദേശി കമ്പനികൾക്കല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇയർ 2023-24 ഗവൺമെന്റ് അതിന്റെ ഡിഫൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ 75% ഡൊമസ്റ്റിക് കമ്പനീസ് ആൻഡ് ഫേംസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡിഫൻസ് ഇമ്പോർട്ട്സിൽ ഉണ്ടായ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. വിദേശ ഇറക്കുമതി തടയാനും ഡൊമസ്റ്റിക് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യാനും ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. ഡിസംബർ 2021 റിലീസ് ചെയ്ത 3 ലിസ്റ്റുകളിലൂടെ 2500 ഡിഫൻസ് കമ്പോണൻസ് ആൻഡ് ഐറ്റംസിന്റെ ഇൻഡിജിനൈസേഷൻ പ്ലാൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. മാർച്ച് 2022 ഓഗസ്റ്റ് 2022. അതായത് ഈ ലിസ്റ്റിലുള്ള ഒരു കമ്പോണന്റും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം. ഇതിനുശേഷം 2023 മെയ്യിൽ ആത്മനിർഭർ ഭാരത് അഭിയാനിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് റീപ്ലേസ്മെന്റ് യൂണിറ്റ് സബ് സിസ്റ്റംസ് ആൻഡ് സ്പെയർ പാർട്സ് എന്നിവ ഉൾപ്പെടുന്ന 4th ഇൻഡിജിനൈസേഷൻ ലിസ്റ്റ് ഓഫ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് മിലിറ്ററി ഐറ്റംസ് റിലീസ് ചെയ്യുകയുണ്ടായി. ഇതിൽ 928 ഐറ്റംസ് ഉണ്ട്. ഇവ ഇമ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്നതിലൂടെ നമുക്ക് 715 കോടി ലാഭിക്കാം. ഡിസംബർ 2023 മുതൽ ഡിസംബർ 2029 വരെ ഈ ഐറ്റംസിന്റെ ഇമ്പോർട്ട് ബാൻഡ് ആയിരിക്കും. ഈ 4 ലിസ്റ്റുകളിലുമായിട്ട് ഇതുവരെ ഫൈറ്റർ ജെറ്റ്സ്, ഡോണിയർ 228 പ്ലെയിൻസ്, സബ്മറൈൻസ്, T-90 ആൻഡ് അർജുൻ ടാങ്ക്സ്, ഇൻഫാൻട്രി കോമ്പാറ്റ് വെഹിക്കിൾ, വാർഷിപ്പ്, സബ്മറൈൻസ് ആൻഡ് ആന്റി ടാങ്ക് മിസൈൽസ് എന്നിവയുടെ ഒക്കെ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തരാക്കുക എന്നതിലാണ് സർക്കാരിന്റെ ശ്രദ്ധ. പ്രതിരോധം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഡൊമൈനിൽ ഫോറിൻ മിലിറ്ററി ഹാർഡ്വെയറിനെ അമിതമായി ആശ്രയിക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. പോകെ പോകെ പ്രാദേശികമായി നിർമ്മിക്കുന്ന ആയുധങ്ങളും വിമാനങ്ങളും കയറ്റുമതി ചെയ്യാനും നമുക്ക് കഴിയും. 2013-17 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2018-22 കാലയളവിൽ നമ്മുടെ രാജ്യത്തിന്റെ ആംസ് ആൻഡ് അമ്യൂണേഷന്റെ ഇറക്കുമതി 11% കുറഞ്ഞു എന്നാണ് ഇതിന്റെ റിസൾട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ $12 ബില്യൺ റെക്കോർഡ് ഡിഫൻസ് പ്രൊഡക്ഷൻ നടത്തുകയുണ്ടായി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് $1.94 ബില്യൺ മൂല്യമുള്ള ഡിഫൻസ് കമ്പോണൻസ് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. 2025ഓടെ ഡിഫൻസ് എക്സ്പോർട്സിൽ $5 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി ഉയർന്ന ഹൈ വാല്യൂ, അഫോർഡബിൾ ആൻഡ് റിലയബിൾ ഡിഫൻസ് സിസ്റ്റം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യ ഫോക്കസ് ചെയ്തിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം ഡിഫൻസ് പ്രൊഡക്ഷന്റെ മൂല്യം 1 ലക്ഷം കോടി കടക്കുകയുണ്ടായി. ഇനി ചില മുൻനിര പ്രതിരോധ കമ്പനികളുടെ സ്റ്റോക്കുകളുടെ പ്രകടനം നമുക്ക് നോക്കാം. ഈ കമ്പനികളുടെ എല്ലാം 6 മാസത്തെയും 1 വർഷത്തെയും റിട്ടേണുകൾ നിങ്ങളൊന്ന് ശരിക്കും നോക്കുക. എല്ലാ കമ്പനികളും ഡബിൾ ഡിജിറ്റ് റിട്ടേണുകൾ നൽകിയിട്ടുണ്ടെന്ന് കാണാം. വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും എല്ലായിടത്തും ആളുകൾ ഡിഫൻസ് തീമിനെ കുറിച്ച് ഭയങ്കര ബുള്ളിഷാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ അടുത്ത കാലത്തുണ്ടായ മറ്റൊരു നിരോധനത്തെക്കുറിച്ച് പറയാം. ഗസ് ചെയ്യാമോ അതെന്താണെന്നുള്ളത്? ഗോൾഡ് ജ്വല്ലറിയിലുള്ള റെസ്ട്രിക്ഷൻസ് ആണത്. 2023 ജൂലൈയിൽ ചില പ്രത്യേക സ്വർണ്ണാഭരണങ്ങൾക്കും വസ്തുക്കൾക്കും ഇന്ത്യൻ സർക്കാർ ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. DGFT അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇവയുടെ ഇമ്പോർട്ട് പോളിസി ഫ്രീ എന്നതിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് എന്നാക്കി മാറ്റി. ഇതിനർത്ഥം ഇവ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നതിന് ലൈസൻസോ സർക്കാർ അനുമതിയോ ആവശ്യമാണ്. സ്വർണം കൊണ്ട് നിർമ്മിച്ച പ്രത്യേകം സ്റ്റഡ് ചെയ്യാത്ത ആഭരണങ്ങൾക്കും മറ്റ് ചില സ്വർണ്ണ നിർമ്മിത വസ്തുക്കൾക്കും ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യ $110 മില്യൺ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇറക്കുമതി ചെയ്യുകയുണ്ടായി. അവ പ്രധാനമായും UAE, ഇന്തോനേഷ്യ, USA എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. ഇതിൽ UAEയുമായിട്ട് നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഉള്ളത് കാരണം UAEയിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി ഇപ്പോഴും നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കത്തോടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി തീർച്ചയായിട്ടും കുറയും. 2023 മെയ് മാസത്തിൽ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ ട്രേഡ് ഡെഫിസിറ്റ് നിയന്ത്രിക്കുന്നതിനാണ് പ്രധാനമായും ഈ നിരോധനം നടപ്പിലാക്കിയത്. പിന്നെ നോൺ എസെൻഷ്യൽ ഐറ്റംസിന്റെ ഇമ്പോർട്ട് കുറക്കാൻ വേണ്ടിയിട്ടും. ഇതിനൊക്കെ പുറമെ ഇമ്പോർട്ടേഴ്സ് ഒരു തരത്തിലുമുള്ള നികുതിയും നൽകാതെ ഇന്തോനേഷ്യയിൽ നിന്ന് പ്ലെയിൻ സ്വർണ്ണാഭരണങ്ങളും സാധനങ്ങളും ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണത്തിൽ പെട്ടെന്നൊരു കുറവ് ഇപ്പോൾ കാണാൻ പറ്റും. സർക്കാരിന്റെ ഈ തീരുമാനം പ്രാദേശിക സ്വർണ്ണാഭരണങ്ങളും വസ്തുക്കളും രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഡൊമസ്റ്റിക് ജ്വല്ലറികൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗോൾഡ് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ സെക്ടേഴ്സിൽ ഏറ്റവും ബുള്ളിഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്? കമൻറ്റ് ചെയ്യാമോ? ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്, ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.